അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ ഗൈസ്, നമുക്കിന്ന് തമിഴ്നാട്ടിൽ കണ്ടതുപോലെ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് അമ്മ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഗൈസ് ഞാൻ അവിടെ കണവത്തോരനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മടി പിടിച്ച് കിടക്കുമായിരുന്നു, ഒന്നും വെക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴുണ്ട് അമ്മ വിളിച്ചിട്ട്, മക്കളെ വീട്ടിലുണ്ടോ, അമ്മ വരുവാന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാൻ എല്ലാം ഓരോന്ന് റെഡിയാക്കി കേട്ടോ. കാരണം മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മീൻ പുളിക്കുള്ളതാണ്. ഞാൻ അവിടെ രസമൊക്കെ വെച്ചു. ഇത് കുറച്ച് മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിയും പിന്നെ സവാളയും കൊച്ചുള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സവാള യൂസ് ചെയ്യുന്നത്. പിന്നെ തക്കാളി കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മുടെ ഉടമ്പുളി വെള്ളത്തിലിട്ട് എന്താ പറയുക, കൊർക്കപ്പുളി എന്നൊക്കെ പറയും, അതിനെ വെള്ളത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇട്ടും അതിനെ അടിച്ചെടുത്ത് മീൻ പുളിക്ക് വേണ്ടിയിട്ടാണ്. നൊത്തൂലി മീൻ പുളിയാണ്. പിന്നെ ചാള പൊരിച്ചതും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെണ്ടയ്ക്കയും നമ്മുടെ എന്താ പറയുന്നത് മുതിരപ്പയറൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് വിഴുക്ക് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ഓൾറെഡി ഞാൻ വെച്ചു. പിന്നെ അതേ മാമനാണ്, ചായ മാമന് വന്നിട്ടുണ്ടായിരുന്നേ കൂടെ. മാമനാണ് അമ്മയെ കൊണ്ടുവന്നത് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയണ ചക്ക ഒക്കെ ഇളക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മാമന് ചായയും പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയില്ലേ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് പീൽ വെച്ചിട്ടുള്ളൊരു ഹൽവയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ കൊടുത്ത് മാമനും അമ്മയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ്. അപ്പോൾ മാമൻ പറയുമായിരുന്നു, നമ്മളൊക്കെ കളയുന്ന സാധനം വെച്ച് മോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം, ഞാനെല്ലാം അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നമ്മുടെ രസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇഷ്ടമുള്ളവർ ചെന്ന് കണ്ട് അത് ഉണ്ടാക്കി ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുക. ഹെൽത്തി ആയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക. നമ്മുടെ മീൻ പുളിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനലോ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ എല്ലാവരും. പിന്നെ എനിക്കൊന്ന് പറയാനുണ്ട് കേട്ടോ, എല്ലാവരും വീഡിയോ ഒക്കെ കാണും കേട്ടോ, പക്ഷേ എന്ത് ചെയ്യാൻ ആരും ഒരു ലൈക്കോ ഷെയറോ കമൻറ്റോ ഒന്നും തരത്തില്ല. ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്ന എന്തിനാ അപേക്ഷിക്കുന്നതിന് നമ്മുടെ വെണ്ടയ്ക്കയും ഇതൊക്കെ പയറും വെച്ചിട്ടുള്ള തോരനൊക്കെ എടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുവാണ്. ഇത് നമ്മുടെ കണവത്തോരൻ. അമ്മ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് പറക്കിക്കൊണ്ടാണ് വന്നത് കേട്ടോ. അമ്മ തയ്ക്കും കേട്ടോ. അപ്പോൾ തയ്ച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ച് പറക്കിയിട്ട് മക്കളെടുത്തോട്ട് വരും നമുക്ക് കാണാനായിട്ടേ. അപ്പോൾ എന്താ പറയുന്നത്, അമ്മ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ ദൂരമല്ല, അടുത്തടുത്താണ്, നമുക്ക് ഓടിപ്പോകാൻ പറ്റുന്ന ദൂരം തന്നെയാണ് അമ്മ താമസിക്കുന്നിടത്ത്. അപ്പോൾ അമ്മ പഴവും പാലും മുട്ടയും ഫ്രൂട്ട്സും പിന്നെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ച് പറക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. നമ്മുടെ ചക്കയും പിന്നെ മീൻപുളിയും രസവും ഒക്കെ ചേർത്ത് ചാളയൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ട്. അത് ഞാൻ അവിടെ മേശപ്പുറത്തെടുത്ത് വെക്കാൻ മറന്നു കേട്ടോ, അതാണ് വീഡിയോയിൽ കാണാത്തത്. അങ്ങനെ എല്ലാം വെച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി BP ഉണ്ട്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് അച്ചാറും തൈരും ഒന്നും കഴിക്കത്തില്ല, പപ്പടമൊക്കെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ പ്ലേറ്റിലുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ എല്ലാവരും കഴിച്ചോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസുകളുണ്ട് കേട്ടോ, കാണണേ എല്ലാവരും. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ സാധനം. ഈത്തപ്പഴവും നട്ട്സും ഒക്കെ മേടിച്ച് കൂട്ടിയിട്ടാണ് വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു ലോഡ് സാധനമായിട്ട് അമ്മ വരത്തുള്ളൂ. അമ്മ വന്നപ്പോൾ വളരെ ഹാപ്പിയാണ്, പക്ഷേ പോയപ്പോൾ വളരെ സങ്കടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.